ഇറാനെ ആക്രമിക്കാൻ അസർബൈജാൻ സഹായം നൽകുന്നുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടൊക്കെ ഇപ്പോൾ പുറത്തു വരികയാണ്. വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യം ഇപ്പോൾ ഇറാൻ കൈകാര്യം ചെയ്യുന്നത്. തങ്ങളുടെ രാജ്യത്തിന് നേരെ ഏതൊക്കെ രാജ്യത്തിൽ നിന്നാണ് ആക്രമണം ഉണ്ടാകുന്നത്, ഏതൊക്കെ രാജ്യങ്ങളാണ് ഇസ്രായേലിന് ഇതിന് സഹായം നൽകുന്നത് അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഇതിന് സഹായം നൽകുന്നത് എന്ന കാര്യത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്ത് വന്നത്. ഔദ്യോഗികമായിരിക്കുന്ന റിപ്പോർട്ട് അല്ലെങ്കിലും അസർബൈജാൻ ഇത് ഈ കാര്യത്തിന് ഇസ്രായേലിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് സൈനിക താവളങ്ങൾ ഒരുക്കുകയോ സഹായം നൽകുകയോ ചെയ്യുന്നുണ്ട് എന്ന തരത്തിൽ. അസർബൈജാനും ഇറാനും തമ്മിൽ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് ദൂരം ഒരുപാട് കുറഞ്ഞു കിട്ടും എന്നുറപ്പാണ്. ഇറാഖും ഇറാനും എങ്ങനെയാണോ സമാനമായ രീതിയിലാണ് അസർബൈജാനും ഇറാനും തമ്മിലുള്ളത്. അസർബൈജാൻ്റെ തലസ്ഥാനത്ത് നിന്ന് ബാക്കു ആണ് അതിൻ്റെ തലസ്ഥാനം വരുന്നത്. അവിടെ നിന്ന് ദഹ്റാനിലേക്കുള്ള ദൂരം 783 കിലോമീറ്ററാണ്. ഇസ്രായേലിൽ നിന്ന് ഇറാനിലേക്കുള്ള ദൂരം 1800 ചില്ലാൻ കിലോമീറ്ററാണ്. അത് ആകാശ ദൂരം കണക്കാക്കുന്ന സമയത്ത് 1500-ലധികം കിലോമീറ്റർ വരും. എന്നുവെച്ചാൽ ഇരട്ടി വരും. ഇപ്പോൾ അസർബൈജാനിൽ നിന്ന് തെഹ്റാനിലേക്കുള്ള ദൂരം കണക്കാക്കുന്ന സമയത്ത് അതിൻ്റെ ഇരട്ടിയാണ് ഇസ്രായേലിൽ നിന്ന് ഇറാനിലേക്കുള്ള ദൂരം കണക്കാക്കുന്നത്. അതുതന്നെ അസ്തര ആൻഡ് ബിലാഷൂറ എന്ന് പറയുന്ന രണ്ട് അതിർത്തി ഭാഗങ്ങളുണ്ട്. അത് ഇറാൻ്റെയും അസർബൈജാൻ്റെ അതിർത്തിയാണ്. ഒന്ന് അസ്തര എന്നാണ് ഒരു സ്ഥലത്തിൻ്റെ പേര്, മറ്റൊരു സ്ഥലത്തിൻ്റെ പേര് ബിലാഷൂറ എന്നുള്ള സ്ഥലമാണ്. ഈ സ്ഥലത്ത് നിന്ന് തെഹ്റാനിലേക്ക് 492 കിലോമീറ്റർ മാത്രമാണുള്ളത്. ഇപ്പോൾ ഇത് നടക്കുന്നത് മുഴുവൻ തലസ്ഥാന നഗരിയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. ആക്രമണം നടക്കുന്ന വെടിവെപ്പ് നടക്കുന്നതും ഈ ചാനലുകൾ തകർക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനവും തലസ്ഥാന നഗരിയെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള യുദ്ധത്തിൻ്റെ രീതിയാണ് ഇപ്പോൾ തുടരുന്നത്. അപ്പോൾ തെഹ്റാനാണ് ലക്ഷ്യം. അവിടെയാണ് സൈനിക കമാൻഡർമാരുടെ ആസ്ഥാന മന്ദിരങ്ങൾ, സർക്കാരിൻ്റെ ആസ്ഥാന മന്ദിരങ്ങൾ, ആത്മീയ നേതാവുമായിട്ട് ബന്ധപ്പെട്ടവരുടെ എല്ലാ പ്രവൃത്തി മേഖലയും ഒക്കെ നടക്കുന്നത് ഇവിടെയാണ്. അതുകൊണ്ട് ഇവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആക്രമണം നടത്തുന്നത്. ഇനി അസർബൈജാനും ഇസ്രായേലും തമ്മിൽ എങ്ങനെയാണ് ബന്ധം എന്ന് നമ്മൾ നോക്കാം. സൈനികമായി, ഇൻ്റലിജൻസ് വിഭാഗവുമായി ബന്ധപ്പെട്ട്, വ്യാപാരപരമായി ഈ മേഖലയിലുള്ള വികസനവുമായിട്ട് ബന്ധപ്പെട്ടെല്ലാം പതിറ്റാണ്ടുകളായി ഇസ്രായേലുമായി നേരിട്ട് ബന്ധമുള്ള രാജ്യത്തിൻ്റെ പേരാണ് അസർബൈജാൻ. അപ്പോൾ അസർബൈജാൻ ഇറാനോടുള്ള ബന്ധത്തേക്കാൾ എത്രയോ ഇരട്ടിയാണ് ഇസ്രായേലുമായിട്ട് ബന്ധമുള്ളത്. വലിയ രീതിയിലുള്ള നയതന്ത്ര ബന്ധം കാത്തു സൂക്ഷിക്കുന്നു. ഇപ്പോൾ വിഷയം പുറത്തു വരുന്നത്, വിഷയമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് അസർബൈജാനിൽ നിന്ന് തെഹ്റാനിലേക്ക് പോകുന്ന സമയത്താണ് ഇറാൻ്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെടുന്നത്. ഹെലികോപ്റ്റർ ദുരന്തമാണ് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടതാണ്. പല അന്വേഷണം നടത്തിയിട്ടും ഹെലികോപ്റ്റർ ദുരന്തം തന്നെയാണ്. ദുരന്തം ഉണ്ടാവാനുള്ള സാഹചര്യം, വെടിവെപ്പോ സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള ഒരു വിവരം വന്നിട്ടില്ല. ഒന്ന് മാത്രം അതിൽ ബാക്കി ഉള്ളത് പേജർ കൈവശത്തിൽ വെക്കുന്ന ആളാണ് ഇബ്രാഹിം റൈസി. അത് പൊട്ടിത്തെറിച്ചതാണോ എന്നതിനെക്കുറിച്ച് ഒരു രൂപം ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പോഴും സാധിച്ചിട്ടില്ല. കൊന്നത് ഇസ്രായേലാണെന്ന് അവർ പറഞ്ഞിട്ടില്ല. അവരുടെ മറ്റേതെങ്കിലും ബാഹ്യശക്തികൾ ഇതിന് പിന്നെ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ള അന്വേഷണത്തിൽ എവിടെയും തെളിഞ്ഞിട്ടില്ല. അത് ഇറാൻ അന്വേഷിച്ചിട്ടുണ്ട്, റഷ്യ അന്വേഷിച്ചിട്ടുണ്ട്, തുർക്കി അന്വേഷിച്ചിട്ടുണ്ട്. 2024 മെയ് മാസം 19-നാണ് ഈ മരണം നടക്കുന്നത്. മരണം നടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അസർബൈജാൻ്റെ കിഴക്ക് ഭാഗത്ത് ജോൾഫ പ്രവിശ്യയിലെ കിസ് കലാസി അണക്കെട്ട് ഇത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിയതാണ് ആരൊക്കെ? ഇറാൻ്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി, വിദേശകാര്യമന്ത്രി ഹുസൈൻ ഷാമിർ അക്രൂബ, പ്രവിശ്യ ഗവർണർ മാലിക് സെഹ്റാനി. അത് പ്രവിശ്യ ഗവർണർ എന്ന് പറഞ്ഞാൽ അസർബൈജാൻ്റെ പ്രവിശ്യ ഗവർണറാണ്. പിന്നീട് ആയത്തുള്ള അലി ഖംനായിയുടെ ഉപദേശകനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾ, അതിൻ്റെ പ്രതിനിധിയായിട്ട് വന്ന് അൻ അഷാം എന്ന് പറയുന്ന ആൾ. അപ്പോൾ 1, 2, 3, 4, 5 പേര് ഒരേ ഹെലികോപ്റ്റർ യാത്ര ചെയ്യുന്നു. അതിന് മുൻപ് പിറകിലും 2 ഹെലികോപ്റ്റർ അകമ്പടി സേവിക്കുന്നു. അകമ്പടി സേവിച്ച ഹെലികോപ്റ്ററിന് വിഷയകാര്യങ്ങളൊന്നുമില്ല. കൃത്യമായ രീതിയിൽ തെഹ്റാൻ്റെ എയർപോർട്ടുമായി കേന്ദ്രീകരിച്ച് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്നു. ഈ ഹെലികോപ്റ്ററിനെ കാണുന്നില്ല. പിന്നെയുള്ള അന്വേഷണത്തിലാണ് ഇങ്ങനെ തകർന്നു പോയതും മരണപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് 3 ഹെലികോപ്റ്റർ, ആ 3 ഹെലികോപ്റ്റർ, ഒരു ഹെലികോപ്റ്ററിൽ 5 രാഷ്ട്ര തലവന്മാരായിരിക്കുന്ന നേതാക്കൾ യാത്ര ചെയ്തു എന്നുള്ളത് തന്നെ ഗുരുതരമായിരിക്കുന്ന തെറ്റാണ്. ഡിവൈഡ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. അത് 3 എണ്ണത്തിൽ ആയിട്ട് ഒരു ഹെലികോപ്റ്ററിൽ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ആണെങ്കിൽ അടുത്തതിൽ മാത്രമാണ് വിദേശകാര്യമന്ത്രി പോകേണ്ടത് എന്നുള്ളതാണ് യഥാർത്ഥ പ്രോട്ടോക്കോൾ. ആ പ്രോട്ടോക്കോൾ അവിടെ ലംഘിക്കപ്പെട്ടിട്ടുണ്ട്. മാത്രവുമല്ല, പ്രവിശ്യ ഗവർണറായിരിക്കുന്ന, അതായത് അസർബൈജാൻ്റെ പ്രവിശ്യ ഗവർണർ മാലിക്
നെഫ്മതി, അദ്ദേഹമാണ് റഹ്മതി, അദ്ദേഹമാണ് കൊല്ലപ്പെട്ട മറ്റൊരു വ്യക്തി. ഇതേക്കുറിച്ച് അന്വേഷണമൊക്കെ നടത്തിയിരുന്നു, പിന്നെ എവിടെ എത്തില്ല എന്ന് ഉറപ്പാണ്. അസർബൈജാനിൽ നിന്ന് ഇവിടേക്ക് ഈ പറയപ്പെടുന്ന ഇറാനിലേക്ക് 600 കിലോമീറ്റർ ദൂരമാണ് കണക്കാക്കുന്നത്. അസർബൈജാനിൽ ഇവർ പുറപ്പെട്ട സ്ഥലത്ത് നിന്ന് തെഹ്റാൻ്റെ ഭാഗത്തേക്ക് 600 കിലോമീറ്ററാണ്. നമ്മൾ ഈ പറഞ്ഞത് അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് 492 അസ്തര എന്ന് പറയുന്ന അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് തെഹ്റാനിലേക്ക് 492 കിലോമീറ്ററാണ്. ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇസ്രായേലിന് നിരന്തരം എന്ന തരത്തിൽ തെഹ്റാൻ ആക്രമിക്കാൻ വേണ്ടി സാധിക്കുന്നു. അതൊരിക്കലും ഇസ്രായേലിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന യുദ്ധവിമാനമല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മറ്റെവിടുന്നോ ഉയർന്നു പൊന്തിയിട്ടാണ് അത് വരുന്നത്. മാത്രമല്ല ഇവിടെ ആഭ്യന്തരമായ രീതിയിൽ, അതായത് രാജ്യത്തിൻ്റെ അകത്ത് നല്ലൊരു വിഭാഗം സർക്കാർ വിരുദ്ധരായിരിക്കുന്ന വ്യക്തികളും അതോടൊപ്പം തന്നെ ഈ സൈനികരുടെ രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടിയിട്ട് മൊസാദിനെ പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിർത്തപ്പെട്ട ഇറാനിയൻ പൗരന്മാരുമുണ്ട്. നമ്മൾ ഈ മൊസാദിനെ പരാമർശിക്കുന്ന സമയത്ത് മൊസാദ് ഇപ്പോൾ ഇസ്രായേലിൽ നിന്ന് മൊസാദിൻ്റെ കുപ്പായം മാറ്റിയിട്ട് ഇറാനിൽ വരിക എന്ന് ഒരിക്കലും കണക്ക് കൂട്ടരുത്. അവരൊരിക്കലും വരില്ല. അവർ നിയന്ത്രിക്കുകയാണ് ചെയ്യുക. അതാത് രാജ്യത്തിലെ പൗരന്മാർ ഒറ്റുകാരുടെ രീതി എടുക്കുന്ന പ്രവർത്തനമാണ് ചെയ്യുക. ഇപ്പം നടന്നിരിക്കുന്ന സംഭവങ്ങളെല്ലാം, അതായത് അവരിപ്പോൾ റിഫൈനറി ആക്രമിച്ചു, ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട മേഖല ആക്രമിച്ചു. ഇത്തരം 2 or 3 അക്രമങ്ങളെ മാറ്റി നിർത്തിയാൽ അത് വൈമാനിക ആക്രമണമാണ് നടന്നത്. വിമാനത്തിൽ നിന്ന് ബോംബ് സ്ഫോടനം താഴെ ഇട്ടിട്ട് നടത്തിയ ആക്രമണമാണ്. മറ്റുള്ള ആക്രമണങ്ങളൊക്കെ നടക്കുന്നത് എങ്ങനെയാണ്? ഭൂമി പ്രതലത്തിൽ നിന്നുള്ള ആക്രമണമാണ്. അപ്പോൾ ഇതിൽ ആഭ്യന്തരമായ രീതിയിൽ ഇതിൻ്റെ ഇടയിലൂടെയൊക്കെ ഈ ചാരന്മാർ പ്രവൃത്തി ചെയ്തുകൊണ്ടാണ് ആക്രമിക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇപ്പോഴത്തെ വിഷയം അസർബൈജാൻ ഇതിൽ എന്ത് റോളാണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ ഇറാൻ പരിശോധിക്കുക. ഇറാൻ സർവ്വ മേഖലയിലും ഇസ്രായേലിലേക്ക്, അതായത് ഇറാൻ്റെ തലസ്ഥാനമായിരിക്കുന്ന തെഹ്റാൻ കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്കയുടെ വ്യോമ മേഖല അല്ലെങ്കിൽ അമേരിക്കയുടെ വിമാനങ്ങളും സംവിധാനങ്ങളും ഇസ്രായേലിനോടൊപ്പം ചേർന്ന് ആക്രമിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്കെതിരെ ആരൊക്കെയാണ് നീങ്ങുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു കൃത്യമായിരിക്കുന്ന പഠനമാണ് നടത്തുന്നത്. ആദ്യം ഇറാഖിൽ നിന്ന് അവർ സംശയിച്ച് യാഥാർത്ഥ്യമാണെന്ന് ബോധ്യപ്പെട്ടു. അമേരിക്കയുടെ വിമാനങ്ങളിൽ നിന്ന് തന്നെ ആക്രമണം നടന്നിട്ടുണ്ട് എന്ന് ഏറെക്കുറെ മനസ്സിലായപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് മിസൈൽ ആക്രമണം നടത്തും. 3 തവണയാണ് ഇറാഖിലുള്ള അമേരിക്കയുടെ സൈനിക താവളത്തിന് നേരെ ഇറാൻ ഈ പ്രവിശ്യ വിഭാഗങ്ങൾ, അവരുടെ പ്രോക്സി വിഭാഗങ്ങൾ ആക്രമിച്ചത്. അത് ഇറാനാണെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ ആക്രമണം നടന്നിട്ടുണ്ട് എന്ന് അമേരിക്ക സ്ഥിരീകരിച്ചു. ഞങ്ങൾക്ക് പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചു എന്നാണ് പറഞ്ഞത്. അത് സാധാരണ അവർ പറയുന്നതാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ, അതായത് ഇവിടെ ഇപ്പോൾ അസർബൈജാനുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ നിന്നാണെങ്കിൽ തീർച്ചയായിട്ടും അവിടേക്ക് ഒരു ആക്രമണം പ്രതീക്ഷിക്കാവുന്ന തരത്തിലാണ്. അറബ് രാജ്യങ്ങൾക്ക് എല്ലാം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജോർദാനെ ഈ പറയുന്ന പോലെ തന്നെ ജോർദാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചുള്ള ചില ഭാഗങ്ങളൊക്കെ ഇതിൽ കാണാൻ വേണ്ടി സാധിക്കും. അതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ജോർദാൻ്റെ ആകാശത്ത് നിന്ന് അല്ലെങ്കിൽ ജോർദാൻ്റെ എയർപോർട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ഇറാനിലേക്ക് ആക്രമണം നടത്തുന്ന രീതികളും വിവരങ്ങളൊന്നും ഇപ്പോൾ പുറത്ത് വന്നിട്ടില്ല. അതേക്കുറിച്ചുള്ള വിഷയങ്ങളൊന്നും നിലനിൽക്കില്ല. പക്ഷേ അവിടെ പറയുന്നത് ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് തൊടുത്തുവിടുന്ന മിസൈൽ ഇറാൻ്റെ അതിർത്തി കഴിഞ്ഞ് ഇറാഖ് കഴിഞ്ഞ് ജോർദാനിലേക്ക് എത്തുന്ന സമയത്ത് അവിടുന്ന് തകർന്നു പോകുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷയങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അതേക്കുറിച്ചിട്ടും അവർ അന്വേഷിക്കുന്നുണ്ട്. മുൻപ് ഇറാൻ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്: തങ്ങളുടെ രാജ്യത്തിന് നേരെ ഏത് രാജ്യത്തു നിന്നാണോ ആക്രമണം വരുന്നത് ആ രാജ്യത്തെ തങ്ങളുടെ ശത്രു രാജ്യമായി കണ്ടുകൊണ്ട് അതേ രീതിയിൽ തങ്ങൾ പ്രതികരിക്കും എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നടക്കുന്ന സംഭവത്തെക്കുറിച്ചുള്ള അവർ അന്വേഷണം അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വിശദീകരണത്തിൻ്റെ ഭാഗമായിട്ട് അവർ നോക്കുന്ന കാര്യം, വളരെ എളുപ്പത്തിൽ ഇസ്രായേലിന് ഇറാനെ ആക്രമിക്കാൻ വേണ്ടി സാധിക്കുന്നു. അതിൻ്റെ കാര്യത്തെക്കുറിച്ച് അന്വേഷണത്തിലാണ് പോയി എവിടെ എത്തുന്നത്? അസർബൈജാനിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത്.